കണ്ണൂരിൽ ഗവർണർക്ക് നേരെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇതാണ് പ്രതിഷേധം. അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു. വീണ്ടും അർജുൻ കല്യാൺ, നേരത്തെ VCയുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ മടങ്ങുമ്പോഴായിരുന്നോ ഈ കരിങ്കൊടി പ്രതിഷേധം? കരിങ്കൊടി കാണിച്ചവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നീക്കിയോ? തീർച്ചയായിട്ടും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ MC, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, പ്രകീർത്തി തുടങ്ങിയിട്ടുള്ള KSU പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗവർണർ ഇന്ന് കണ്ണൂരിലേക്ക് എത്തിയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള വെങ്കല പ്രതിമയുടെ അനാച്ഛാദനത്തിന് വേണ്ടിയായിരുന്നു. ആ പരിപാടിക്ക് വേണ്ടി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്നും തളിപ്പറമ്പിലേക്കുള്ള യാത്രാമധ്യേ കണ്ണൂർ SBI ജംഗ്ഷനിൽ വെച്ചായിട്ടായിരുന്നു KSU പ്രവർത്തകർ കരിങ്കൊടി ഗവർണർക്ക് നേരെ കാണിച്ചത്. സർവകലാശാലകളെ സംഘീവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് എന്നുള്ളതാണ് KSU നേതാക്കൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർത്തിയത്. ഗവർണർ രാജിവെക്കണം. ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അർജുൻ, ഈ ഗവർണറുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ പോകുന്ന വഴിയിൽ KSU പ്രവർത്തകരെത്തി പ്രതിഷേധം നടത്തുകയായിരുന്നു. നമ്മുടെ വാഹനമടക്കം കാണാം. ഗവർണറുടെ വാഹനത്തെ അനുഗമിച്ചു പോവുകയായിരുന്നു അർജുൻ. അതായത് ഗവർണറുടെ വാഹനം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഈ തളിപ്പറമ്പിലേക്ക് പോകുന്നതിന് മധ്യേ ഗസ്റ്റ് ഹൗസിൽ നിന്നും വാഹനം ഇറങ്ങി അല്പദൂരം, ഏകദേശം 1.5-2 കിലോമീറ്റർ മാത്രം എത്തുന്ന സ്ഥലത്താണ് ഈ SBI ജംഗ്ഷൻ. ആ SBI ജംഗ്ഷനിൽ വെച്ചായിരുന്നു KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. നേരത്തെ എത്തി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന KSU പ്രവർത്തകർ ഇത്തരത്തിൽ ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ വാഹനവ്യൂഹം തൊട്ട് മുൻപായിട്ടുള്ള പോലീസിൻ്റെ പൈലറ്റ് വാഹനത്തിലുള്ള പോലീസുകാർ ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയും ഗവർണർ ആ യാത്ര തുടരുകയും. രാജിവെക്കണം. അദ്ദേഹം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ RSSന് വേണ്ടി കീഴ്പ്പെടുത്തുന്ന അവസ്ഥയാണുള്ളത്. രാജിവെക്കണം. ഇങ്ങനെ ഒരു ഗവർണർ, നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ഭരണഘടനയെ അപമാനിക്കുന്ന ഈ ഗവർണർ രാജിവെച്ച് മുന്നോട്ട് പോകണം. അർജുൻ കല്യാൺ നമുക്കൊപ്പമുണ്ട്. അർജുൻ കല്യാൺ, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയാണ് ഗവർണർ എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക്, കരിങ്കൊടി കാണിക്കുന്നതിലേക്ക് KSU എത്തിയത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെ ഗവർണറായിരുന്നപ്പോൾ കരിങ്കൊടി കാണിച്ചത് SFI ആണെങ്കിൽ ഇത്തവണ KSU ഒരു ലീഡ് റോൾ എടുക്കുകയാണോ ഈ പ്രതിഷേധത്തിൽ? തീർച്ചയായിട്ടും കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ആ സംഭവങ്ങളിൽ KSU ഉൾപ്പെടെ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. മറ്റ് വിദ്യാർത്ഥി സംഘടനകളോടൊപ്പം തന്നെ KSUവും ഇത്തരത്തിൽ സംഘപരിവാർ വൽക്കരണം സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഗവർണർമാർക്കെതിരെ പ്രതിഷേധം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂരിലും KSU ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത് എന്ന് വേണം കരുതാൻ. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി KSU നേതാക്കൾ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം സംഘി ഗവർണർ രാജിവെക്കണമെന്നുള്ളതാണ്. എന്തായാലും ഭാരതാംബ വിവാദം അത്തരത്തിൽ ഇല്ലാത്ത ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയും അതിന് പുഷ്പാർച്ചന നടത്തുകയും അത്തരത്തിൽ സർവകലാശാലകളിലേക്ക് ഒരു സംഘപരിവാർ നയങ്ങൾ, സംഘപരിവാർ ആശയങ്ങൾ ഒളിച്ചു കടത്താനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ കൂടിയാണ് KSUവിൻ്റെ പ്രതിഷേധം നടന്നത്. കണ്ണൂരിൽ 5ഓളം വരുന്ന KSU പ്രവർത്തകരാണ് SBI ജംഗ്ഷനിൽ വെച്ച് ഇത്തരം ഒരു കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിയത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ MC, സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, പ്രകീർത്തി തുടങ്ങിയിട്ടുള്ള നേതാക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 5ഓളം പ്രവർത്തകരായിരുന്നു കരിങ്കൊടിയുമായി ഇവിടത്തേക്ക് എത്തുകയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. എന്തായാലും നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു പ്രതിഷേധം കണ്ടത് SFIയുടെ ഭാഗത്താണെങ്കിൽ ഇപ്പോൾ KSU അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സംഘപരിവാരത്തിനെതിരെ, RSSനെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ കരിങ്കൊടിയുടെ കമ്പുകൾ എടുത്ത് ഗവർണറുടെ കാറിനടുത്ത് വരെ ആ കമ്പുകളൊക്കെ എത്തിയപ്പോൾ ഗവർണർ അവിടെ വാഹനം തുറന്ന് ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇവിടെ
ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ സമീപനം എന്തായിരുന്നു? ഈ കരിങ്കൊടി കണ്ട് അദ്ദേഹം ഒരു ചിരിയോടെ അതിനെ നേരിട്ട് വണ്ടി വിട്ടു പോവുകയായിരുന്നു. തീർച്ചയായിട്ടും സുജി, അതായത് അത്തരത്തിൽ പൊതുവെ അതായത് ഒരു പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായിട്ടുള്ള ഏതെങ്കിലും പ്രതികരണം നടത്താനോ ഈ പ്രതിഷേധം നടത്തുന്നവരോട് സംവദിക്കാനോ ഒന്നും തന്നെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തയ്യാറായിരുന്നില്ല. നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായ സമയത്ത് ഇത്തരം പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങുകയും SFI പ്രവർത്തകരുടെ നടുക്കലേക്ക് നടന്നു പോകുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരമൊരു സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കാറിൽ നിന്നും ഈ പ്രതിഷേധത്തിന്റെ കാഴ്ച നോക്കിക്കണ്ടു. അദ്ദേഹം ആ യാത്ര തുടർന്നു എന്നത് മാത്രമാണ്. അത്തരം ഒരു പ്രതികരണം ഗവർണറുടെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ മറ്റെവിടെയെങ്കിലും കരിങ്കൊടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതടക്കം അറിയണം. എന്തായാലും കണ്ണൂരിൽ VCയുമായുള്ള 15 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് KSU പ്രവർത്തകർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കരിങ്കൊടി കാണിച്ചത്. അർജുൻ കല്യാടാണ് എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.